നമ്മൾ പാക്കറ്റ് പാല് വാങ്ങുമ്പോൾ കുറേ ദിവസം കേടുകൂടാതെ ഫ്രിഡ്ജിലിരുന്നോളും. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങുന്നതോ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്ന പാലോ 1-2 ദിവസം കഴിയുമ്പോഴത്തെ എത്ര നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചു നോക്കിയാലും അത് പിരിഞ്ഞു പോകാറുണ്ട്, ചീത്തായി പോകാറുണ്ട്. അങ്ങനെ പോകാതിരിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ പണികൾ വളരെ എളുപ്പമാക്കുന്ന കുറച്ചധികം നല്ല ടിപ്സുകൾ പറഞ്ഞു തരുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മളുടെ ക്ലിം റാപ്പ് ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് എടുക്കുമ്പോൾ ആ ഒരു ഇത് നമുക്ക് കിട്ടാറില്ല. എത്ര ശ്രമിച്ചാലും കിട്ടിയാലും പകുതിക്ക് വെച്ച് മുറിഞ്ഞു പോകാറുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. നേരിയ ചൂടുവെള്ളം എടുക്കുക. നേരിയ ചൂടുവെള്ളം എടുത്തിട്ട് 2 കൈയും നല്ലതുപോലെ മുക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ 1 കൈ മുക്കിയിട്ടുള്ളൂ, പക്ഷെ 2 കൈയും നല്ലതുപോലെ മുക്കണം. അത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എവിടെയാണോ ഉള്ളതെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. കയ്യിലൊന്ന് തടയും. അപ്പൊ 2 കൈയും ഇതുപോലെ മുക്കിയതിന് ശേഷം ഒരുപോലെ ഇതുപോലെ ഇങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇതൊന്ന് ചെയ്തു നോക്കുക. ഒരടയാളോ ഒന്നും വെക്കേണ്ട കാര്യമില്ല. നേരിയ ചൂടുവെള്ളം മാത്രം മതി നമുക്ക്. അപ്പൊ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. കണ്ടില്ലേ, സൂപ്പർ അല്ലേ. അടുത്തായിട്ട് ദോശമാവ് നമ്മൾ വീട്ടിൽ എന്നും എപ്പോഴും കുറച്ചെങ്കിലും ബാക്കി വരും അല്ലേ. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും മതി കേട്ടോ. നമ്മൾ ഇതിനായിട്ട് മാറ്റി വെച്ചാലും ഒരു കുഴപ്പമില്ല. നമുക്ക് എളുപ്പമാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഐഡിയ ആണ്. ഇപ്പൊ ദോശമാവില്ലെങ്കിൽ നമ്മളുടെ അപ്പത്തിന്റെ മാവായാലും ഏതൊരു പുളിച്ച മാവും ഇതിനു വേണ്ടി നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള നെയ്യുടെ കുപ്പി, എണ്ണമയമുള്ള ഏതൊരു കുപ്പിയും നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇത് അല്ലെങ്കിൽ സ്ക്രബ്ബറൊക്കെ ഇട്ട് തേച്ച് കഴുകുമ്പോൾ അല്ലെങ്കിൽ നേരെ ചൂടുവെള്ളം ഒഴിച്ചാൽ ഇത് ഉരുകിപ്പോകും, അതിന്റെ ഷേപ്പൊക്കെ പോകും. അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് എടുക്കാനായിട്ട് ഓരോ ടീസ്പൂൺ നമ്മളുടെ ദോശമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുപ്പിയിൽ 2 ഐസ് ക്യൂബ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇത് കഴുകുമ്പോൾ സ്ക്രബ്ബർ ഉപയോഗിച്ചാലും അതിൽ എണ്ണമയം വന്നാലും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ എണ്ണമയം മൊത്തം പോയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്യുക കേട്ടോ. ഐസും ആ ഒരു ദോശമാവും എല്ലാം നല്ല ഈവൺ ആയിട്ട് എല്ലായിടത്തും വരുന്ന രീതിയിൽ. എന്നിട്ട് സിമ്പിളായിട്ട് നമ്മൾ ഇതൊന്ന് കഴുകിയെടുത്താൽ മതി. ഫുൾ എണ്ണമയം മാറിക്കിട്ടും. വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയുക. അടുത്തായിട്ട് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ. കളയാൻ വെച്ചേക്കുന്ന ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഇവിടെ ഗോതമ്പ് പൊടി എടുത്തേക്കുന്നത്. വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണിത്. എല്ലാവരും മസ്റ്റായിട്ടും ചെയ്തു നോക്കേണ്ടതാണ് കേട്ടോ. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ജോലി വളരെ എളുപ്പമാക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ നമ്മളുടെ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഏതാണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി. അതിനുശേഷം 1/2 ടീസ്പൂൺ സോപ്പ് പൊടി കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എല്ലാം 3ഉം കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ബാത്റൂമിൽ ഇപ്പം നമ്മൾ കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ഉപ്പ് രസമുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ വളരെ കറയായിട്ടുള്ള വെള്ളമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ പണിയാണ് ബാത്റൂം ക്ലീനിങ് അല്ലേ. ആ കറകളൊക്കെ പോയി കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഇടുക. നമ്മളുടെ ബാത്റൂമിൻ്റെ ടൈലുകൾ മൊത്തം ജസ്റ്റ് നനച്ച്, കുറേ വെള്ളമല്ല, ജസ്റ്റ് നനച്ചിടുക. എന്നിട്ട് ഈ ഒരു പൊടി ഇതുപോലെ വിതറി കൊടുക്കുക കേട്ടോ. എന്താ പറയണത്, ഏതൊരു കറയും നല്ല നിഷ്പ്രയാസം പോയി കിട്ടാനായിട്ട് ഈ ഒരു മിശ്രിതത്തിന് സാധിക്കും കേട്ടോ.
ഗോതമ്പ് പൊടി ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ ബേക്കിംഗ് പൗഡറും സോപ്പ് പൊടിയൊക്കെ നല്ലതുപോലെ അതിൽ പിടിച്ച് കരിമ്പം കറയും അതുപോലെ തന്നെ ബാത്റൂമിലുണ്ടാവുന്ന മഞ്ഞക്കറയും എല്ലാം പോയി കിട്ടാനായിട്ട് ഈ ഒരു മിശ്രിതം മാത്രം മതി. ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഒന്ന് വെള്ളമൊഴിച്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്താൽ മതി. നമ്മൾ ഇരുന്ന് ഒരച്ച് ബുദ്ധിമുട്ടുകയോ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ഒഴിക്കുകയോ ഒന്നും വേണ്ട. നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി. അതുപോലെ തന്നെ ക്ലോസറ്റിൻ്റെ ചുറ്റിനുള്ള കറകളും എല്ലാം പോയി കിട്ടാനായിട്ട് ഈ ഒരു മിശ്രിതം മാത്രം മതി. ഹാർപ്പിക്കൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മളുടെ ക്ലോസറ്റും ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടാനായിട്ട് സാധിക്കും കേട്ടോ. ഇതെല്ലാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയെടുത്താൽ മാത്രം മതി. ഉരച്ച് ബുദ്ധിമുട്ടി കൈവേദന എടുക്കുക ഒന്നിൻ്റെ ആവശ്യമില്ല. കണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ബാത്റൂം കിട്ടിയിട്ടുണ്ട്. എത്ര വലിയ കറയും ഈ ഒരു മിശ്രിതം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോയിരിക്കും. ചെയ്തു നോക്കുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തായിട്ട് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്ന പാൽ, അതുപോലെ നമ്മൾ വീടുകളിൽ നിന്നും വാങ്ങുന്ന പാൽ നമുക്ക് വാങ്ങാൻ വളരെ മടിയാണ്. വേറൊന്നുമല്ല, ഇത് പെട്ടെന്ന് ചീത്തായി പോകും. ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് ചീത്തായി പോകാനായിട്ടുള്ള സാഹചര്യമുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് നിങ്ങളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. നമ്മളൊരു 2-3 മിനിറ്റ് ഇതിനു വേണ്ടി ചിലവാക്കിയാൽ മതി. നമ്മൾ ആ പാല് വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ പോയി മേടിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ ഇതൊന്ന് ചെയ്ത് വെച്ച് നോക്കൂ. നിങ്ങൾ ഒരു 7 ദിവസമെങ്കിലും നിങ്ങളെ പാല് ചീത്താകാതെ നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കും. ആദ്യം നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കണം. എന്താണെന്ന് വെച്ചാൽ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന പാലാവുമ്പോൾ നമ്മൾ അരിച്ച് ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അതിലെന്തെങ്കിലും രോമോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം അതില്ലാതിരിക്കാനായിട്ട് അരിച്ച് മസ്റ്റായിട്ട് ഉപയോഗിക്കണം. ആ ഒരു രോമത്തിൻ്റെ അംശമൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പല അലർജി പ്രോബ്ലങ്ങളും ദഹന പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഈ നമ്മൾ വീടുകളിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും വാങ്ങുന്ന പാലുകൾ ഇതുപോലെ അരിച്ചെടുക്കുക. എന്നിട്ട് അടപ്പത്ത് വെച്ചിട്ട് ആ ഒരു ചൂട്, പാലിലൊരു നേരിയ ചൂട് വരില്ലേ, ആ ചൂട് വരുമ്പോൾ തന്നെ നമ്മളൊന്ന് തൊട്ട് നോക്കുക. നല്ല ക്ലീൻ ആയിട്ടുള്ള കൈയായിരിക്കണം, ഡ്രൈ ആയിരിക്കണം, വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ ഒരു ചൂട് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അല്ലാണ്ട് തിളക്കുക, വളരെയധികം ചൂടൊന്നുമല്ല, ഒരു ചൂട് കയറുക എന്ന് പറയില്ലേ, ആ ഒരു 2 സെക്കൻഡ് മാത്രം നിങ്ങളൊന്ന് ചൂടാക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഐസ് വാട്ടർ എടുത്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിത് കാണിച്ചു തരുന്നത്. കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ സെക്കൻഡിൽ തന്നെ ആ അടപ്പിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ ഈ ഒരു ഐസ് വാട്ടറിലേക്ക് വെച്ച് തണുപ്പിക്കുക. അതിനുശേഷം ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചൂടാക്കി പെട്ടെന്ന് തണുപ്പിക്കുമ്പോൾ ഈ ഒരു പാല് ബാഡായിട്ടുള്ള ബാക്ടീരിയ ഉണ്ടാവുന്നത് വളരെ കുറവായിരിക്കും. നമ്മളുടെ പാക്കറ്റ് പാലിൽ വാങ്ങുമ്പോൾ ചീത്താകാണ്ടിരിക്കുന്നത് ഈ ഒരു പ്രോസസ്സാണ് കേട്ടോ അവർ ചെയ്യുന്നത്. എന്നിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള കണ്ടെയ്നർ, നല്ല ഡ്രൈ ആയിട്ട് ഇതുപോലെ ഒരു വെള്ളത്തിൻ്റെ അംശമില്ലാതെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇതുപോലെ എടുത്തു വെച്ച് നിങ്ങൾ 7 ദിവസം കഴിഞ്ഞാലും ഈ പാല് ഒരിക്കലും ചീത്താവില്ല കേട്ടോ. 7 ദിവസത്തേക്ക് ഈ പാല് ചീത്താവേ ഇല്ല. നമ്മൾ കൂടുതലൊക്കെ മേടിച്ച് വെച്ചാലും നമ്മൾ സൊസൈറ്റിയിൽ എപ്പോഴും പോകേണ്ട കാര്യമില്ല. ഒരാഴ്ചത്തേക്കുള്ള ഒരു പാല് മേടിച്ച് വെച്ച് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാച്ചുന്നതാണ് ഈ പാല്. കുഞ്ഞിന് കൊടുക്കാൻ ഞാൻ കുറച്ചധികം സൊസൈറ്റിയിൽ നിന്ന് മേടിച്ച് വെക്കും. അതിനുശേഷം ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഓരോ ദിവസം ആവശ്യമുള്ള ഒരു ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ പാല് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഞാൻ തിളപ്പിച്ചെടുക്കാറുണ്ട്. മസ്റ്റായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്നും സപ്പോർട്ട് നൽകുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.